ഹലോ ഗെയ്സ്, അതെ നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് ചീട്ട് കളിച്ചാലോ? കൊള്ളാം കൊള്ളാം, ഞാനും കൂടാ. കുറെ നാളായി ചീട്ട് കളിച്ചിട്ട്. മക്കളെ നിങ്ങളും കൂടെ. കളിക്കാം. എനിക്ക് ചീട്ടുകളി ഭയങ്കര ഇഷ്ടമാ. വേണ്ട, ഇവിടെ ആരും ചീട്ട് കളിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? എനിക്കിഷ്ടമാ, ഞാൻ കളിക്കും. കളിക്കുകയാണെങ്കിൽ എല്ലാരും കളിക്കണം, അതാണ് എന്റെ അഭിപ്രായം. എന്നാ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ചീട്ട് കളി സൂപ്പർ ആക്കാം. എന്നിട്ട് എല്ലാവർക്കും കളിക്കാം. മക്കളെ നമുക്ക് എല്ലാവർക്കും കളിക്കാം. ഇല്ല, ഈ വീട്ടില് ചീട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആതിരെ വെറുതെ തടയാൻ വരണ്ട, ഞാൻ കളിക്കും. ഇന്ന് ഞാനത് അലമ്പാക്കും. ഓഹോ, അത്രക്കായോടി? ഞാനിന്ന് നീ അത്രക്കായോ? അയ്യോ സോറി, നിന്നെ ഞാൻ തരടി. നിങ്ങൾ രണ്ടുപേരും അടിപൊളി. എന്തിനായി എല്ലാം എന്റെ നേരത്തെ അറിയുന്നത്? ഞാനെന്ത് ചെയ്തു? നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നത്? സോറി ഏട്ടാ, അതുപോരല്ല. കാല് കയറിയ പിന്നെ ഞങ്ങക്ക് കണ്ണു മൂക്കും കാണില്ല. നീ ചീട്ട് കളിക്കോടി? ആ കളിക്കും, 3 നേരം കളിക്കും. വേണ്ട വേണ്ട, നിർത്തുന്നത്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വേണ്ടെന്ന്. എന്തായി കാണിക്കുന്നത്? എന്താ ഞാനാണിത്? ആള് മാറി. ഞാനാ. അയ്യോ അമ്മ. എന്താ അവിടെ? ഒന്നുമില്ല. എന്താ ഇവിടെ? എന്താ പ്രശ്നം? ഒന്നുമില്ല. എന്നെ ഇനി ഒന്നിനും കൊള്ളില്ലേ. ഞാൻ പോയി കറണ്ട് എന്താ പറ്റിയോ നോക്കട്ടെ. എന്താ ഇവിടെ നടന്നത്? ഞങ്ങള് തമ്മിൽ വഴക്കിട്ടപ്പോ ഇടയ്ക്ക് വന്ന് വീണതാ ചേച്ചി. വീണതല്ല, എന്നെ വീഴ്ത്തിയതാ. ഇനി ജന്മത്തെ ഞാൻ ചീട്ട് കളിക്കില്ലേ. മഹേന്ദ്രേട്ടൻ വന്ന് ഞങ്ങളെ ചീട്ട് കളിക്കാൻ വിളിച്ചു. ആദ്യം അത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാ ഞങ്ങൾ വഴക്കുണ്ടാക്കിയത്. മഹേന്ദ്രേട്ടൻ ഇടയിൽ പെട്ടതാ. ആരോ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതാ മോളെ, അതുകൊണ്ടാ കറണ്ട് പോയത്. ഞാനിപ്പോ ഓൺ ചെയ്തു. അയ്യോ, ചൂടുവെള്ളത്തിൽ കുളിക്കട്ടെ. സൂക്ഷിക്കണം, ഈ വീട്ടിൽ ഏതോ കള്ളന്മാര് കടന്നിട്ടുണ്ട്. അവരാ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയത്. ഏയ്, ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ സിസ്ലിടത്തെ. ഏതെങ്കിലും പ്രേതമാവാനാ സാധ്യത. ഓ, പറയും പോലെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. ഞങ്ങള് ക്രിസ്ത്യാനികൾക്ക് ഇതൊക്കെ വലിയ വിശ്വാസമാ. ഇന്നൊരു ദിവസത്തേക്ക് എന്നെ നിങ്ങളുടെ ആരുടെങ്കിലും റൂമിൽ കടത്താവോ മോളെ, പ്ലീസ്? പേടിയാണെങ്കിലേ സിസ്റ്റർ ചേച്ചി ഒരു കാര്യം ചെയ്യും, മഹേന്ദ്രന്റെ റൂമിൽ ചെന്ന് കിടന്നോ. അയ്യോ വേണ്ട വേണ്ട, അതിലും ഭേദം പ്രേതം തന്നെയാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.